ഇൻഡിവിജ്വലി സിനിമയ്ക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ എന്താ പറയുക, നല്ല ഡയറക്ഷനാണ്, നല്ല പാട്ടുകളുണ്ട്. ജെയ്ക്സ് ബിജോയ് ജോയ് ഒരു രക്ഷയില്ല. പലയിടത്തും ഈ പടം വീണ് പോവാതെ ജെയ്ക്സ് ബിജോയ് ജോയ് രക്ഷപ്പെടുത്തിയത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട്. പലയിടത്തും സിനിമ കയ്യിൽ നിന്ന് പോകുന്നിടത്തൊക്കെ പുള്ളി ഒരിടത്തു നിന്ന് അടിച്ചു തുടങ്ങും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും സിനിമ പലർക്കും ആ ഒരു ഇമോഷണൽ കണക്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പടത്തിനുള്ള പെർഫോമൻസ് വൈസ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, ലൊക്കേഷൻസ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. പടത്തിൻ്റെ അകത്ത് ഒരു രക്ഷയില്ല. പക്ഷേ ഒരു സിനിമ എന്ന രീതി കാണാൻ നേരത്ത് ഭയങ്കര ആവറേജ് ആയിട്ടൊരു ഫീലിംഗ് മാത്രമേ തരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു കഥയാണ്. ഒരു വലിയ കള്ളക്കടത്തുകാരൻ്റെ പാരമ്പര്യമുള്ളൊരു കുടുംബം. ഇപ്പോൾ ആ കള്ളക്കടത്തുകാരൻ്റെ മകൻ കള്ളക്കടത്ത് നടത്തുന്നില്ല, പുള്ളി കൺസ്ട്രക്ഷൻ വർക്കായി നടക്കുന്നു. പുള്ളിയെ ട്രാപ്പ് ചെയ്യുന്നു. അപ്പോൾ പുള്ളിയുടെ കൊച്ചുമകൻ, അതായത് ഇപ്പം ആ പുള്ളിയുടെ അമർ അലി എന്ന് പറയുന്ന കഥാപാത്രം, പൃഥ്വി കഥാപാത്രം തൻ്റെ അച്ഛനെയും തൻ്റെ കുടുംബമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി തൻ്റെ അപ്പൂപ്പൻ്റെ പാതയിലേക്ക്, ആ ഒരു പഴയ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് തിരിച്ചു വരുന്നു.